മൂരി മുഖ്യനെതിരെ മിണ്ടരുത്. സത്യമാണ് കേട്ടോ. നിലമ്പൂർ മൂരി ഇനിയെങ്കിലും മുഖ്യനെതിരെ മിണ്ടരുത്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നിലമ്പൂരിൽ UDF പാട്ടും പാടി ജയിക്കാൻ പറ്റിയ സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനിടയിൽ അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും റിയാസിനെതിരെയും സർക്കാരിനെതിരെയുമൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചു വരുന്നത് പക്ഷേ UDFന് ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാമല്ലോ എന്തെല്ലാം ആരോപണങ്ങൾ ആർക്കൊക്കെ എതിരെ അൻവർ ഉന്നയിച്ചിരുന്നുവെന്ന്. ആരോപണം ഉന്നയിച്ചവർക്കൊക്കെ ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അൻവർ ആരോപണം ഉന്നയിക്കുന്നവർക്ക് അനുകൂലമായാണ് എല്ലാ ആരോപണങ്ങളും അവസാനം എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇനിയും ഇത്തരത്തിൽ ആരോപണവുമായി വരരുത്. അത് UDFന് ഗുണമാകില്ല, പകരം LDFന് നേട്ടമുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിലമ്പൂർ മൂരി ഇനി മിണ്ടരുത്, ചുപ്പ് രഹോ. ഇനി നിലമ്പൂരിലെ ഈ തിരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇരുളടയും. രാഷ്ട്രീയ വനവാസത്തിനാണ് ഇനി യോഗം. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും സർക്കാരിനെതിരെയും വിമർശനങ്ങൾ ഉന്നയിച്ചു വന്നിരിക്കുന്ന അൻവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, LDFനെ തറപറ്റിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണല്ലോ താങ്കൾ ഇത്തരത്തിലുള്ള ആരോപണവുമായിട്ടും വിമർശനവുമായിട്ടും മുന്നോട്ട് വരുന്നത്. പക്ഷേ താങ്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊന്നും തന്നെ ആർക്കും ഏശുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. താങ്കൾ ആർക്കെതിരെയാണോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവർക്ക് യാതൊരുവിധ തട്ടുകേടും സംഭവിക്കുന്നില്ല എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ LDFന്റെ പരാജയമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ പരാജയപ്പെടാൻ പോകുന്നത് LDF അല്ല, മറിച്ച് UDF ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് മൂരി ചുപ്പ് രഹോ എന്ന് പറയപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ഒക്കെ ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണം, സ്വജനപക്ഷപാതവും ഒക്കെ ആരോപിച്ചുകൊണ്ടാണല്ലോ അൻവർ കലാപമുയർത്തി രംഗത്തെത്തിയത്. ഓർമ്മയുണ്ടല്ലോ, കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച നിരവധി വെളിപ്പെടുത്തലുകളാണ് അന്ന് അൻവർ നടത്തിയിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇരുമുന്നണികളെയും ഒരുപോലെ വിമർശിച്ച് സ്വയം പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ അധികാരം പിടിക്കുമെന്നൊക്കെയായിരുന്നല്ലോ അൻവറിൻ്റെ രാഷ്ട്രീയ സ്വപ്നങ്ങളെന്ന് പറയപ്പെടുന്നത്. കേരളത്തിൽ ഇത് നടക്കില്ലെന്ന് വ്യക്തമായതോടെ ദേശീയ പാർട്ടികളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗമായിട്ട് മാറുക എന്നതായിരുന്നു പിന്നെയുള്ള ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം DMKയുടെ ഭാഗമാകാനുള്ള ഒരു ശ്രമം നടത്തി. അതിനോടൊപ്പം തന്നെ ആ പാർട്ടിയോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുവാനുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. DMKയുടെ ഷോളൊക്കെ അണിഞ്ഞ് അന്ന് നിയമസഭയിലൊക്കെ എത്തിയതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വിവിധ വഴികളൊക്കെ അന്വേഷിച്ച് അവസാനം മുന്നോട്ട് നീങ്ങിയ അൻവറിൻ്റെ മുന്നിൽ അവസാനം വഴികളെല്ലാം അടഞ്ഞതോടുകൂടിയാണ് ബംഗാളിലെത്തി മമതാ ബാനർജിക്ക് കൈകൊടുത്തതും തൃണമൂലിൻ്റെ ഭാഗമാകുന്നതും. ഇതോടെ സ്വതന്ത്ര MLA ആയി നിൽക്കാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്തിച്ചേർന്ന അൻവറിന് അന്ന് MLA സ്ഥാനം രാജിവെക്കേണ്ടി വന്നതുമൊക്കെ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണ്. നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചത് UDFന്റെ ഭാഗമാകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അന്ന്. എന്നാൽ ദേശീയ തലത്തിൽ അത്ര നല്ല ബന്ധത്തിലല്ല ഈ തൃണമൂലും കോൺഗ്രസും എന്നും മുന്നണി പ്രവേശനം അത്ര എളുപ്പത്തിൽ നടക്കില്ലെന്നും അൻവർ തിരിച്ചറിഞ്ഞില്ല അന്ന്. ഇത് അൻവറിൻ്റെ രാഷ്ട്രീയത്തിന് തന്നെ വളരെ ദോഷകരമായി ബാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ പറയുന്ന ഈ പുതിയ വിമർശനം എന്ന് പറയപ്പെടുന്നത്, അതായത് VS അച്യുതാനന്ദനെ വഞ്ചിച്ചതിൻ്റെ ഫലമാണ് പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം എന്നതാണ് പുതിയ വാർത്ത, വിമർശനം, ആരോപണം. കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനും ഒറ്റുകാരനും കേരള മുഖ്യമന്ത്രിയാണ് എന്നാണ് PV അൻവറിൻ്റെ പുതിയ കണ്ടെത്തൽ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും UDF നേതൃത്വം ആ വിഷയം ഏറ്റെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജനങ്ങൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന വോട്ടർമാരും ജനങ്ങളുമാണ് നിലമ്പൂരിലുള്ളത്. ഇദ്ദേഹത്തിന്റെ വഞ്ചന 2021 തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗവൺമെന്റ് രണ്ടാം വട്ടവും അധികാരത്തിൽ വരിക. എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ മുഴുവൻ RSSന്റെയും BJPയുടെയും ഭയത്തിൽ അവർക്ക് പിന്തുണ നൽകി. നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. ആ സംരക്ഷണ ബോധ്യത്തിലാണ് അന്ന് വീണ്ടും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. ന്യൂനപക്ഷങ്ങളും കേരളത്തിലെ മതേതരവാദികളും ഒന്നും ആലോചിക്കാതെ അന്ന് പിണറായിക്ക് പിന്തുണ നൽകി. അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നത്. അന്ന് നൽകിയിരുന്ന വാക്കുകളൊന്നും പാലിക്കപ്പെട്ടില്ല. CRCയും NRCയുമായി ബന്ധപ്പെട്ടിട്ട് എടുത്ത കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. അതാണ് രണ്ടാമത്തെ വഞ്ചനയുടെ കഥ.
പിന്നെ ക്രൈസ്തവ സമുദായത്തിനോട് മുനമ്പം വിഷയം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു. ആരാ മുനമ്പം വിഷയം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്? ആ സമുദായത്തെ ആകെ വഞ്ചിച്ചാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ഇരിക്കുന്നത്. വഞ്ചന നടത്തിയത് ഈ ക്രൈസ്തവ സമുദായത്തോടും മുനമ്പത്തെ മനുഷ്യരോടും അല്ലേ? എത്രയോ കാലങ്ങളായി പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ വീട് വെച്ച് ജീവിക്കുകയാണ്. ആ ഭൂമി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ നേതാക്കന്മാരും, മുസ്ലിം ലീഗ് അടക്കം, ആവർത്തിച്ച് ഗവൺമെന്റിനോടും സാമുദായിക നേതാക്കളോടും ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളോടൊപ്പമാണ്. ഇല്ലാത്തതൊന്നും ദൈവം സ്വീകരിക്കുകയില്ല. നമ്മൾ കള്ളു കച്ചവടം നടത്തിയും കഞ്ചാവ് വിറ്റും ഈ പറയുന്ന ആളുകളെ പറ്റിച്ചുമുള്ള പണം ദൈവത്തിന്റെ പേരിൽ നൽകിയാൽ ദൈവം സ്വീകരിക്കൂല. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അപ്പൊ ആ സമുദായത്തെ വഞ്ചിച്ചവരാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 25 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന പറഞ്ഞിരുന്നത്. PSC മെമ്പർമാരുടെ അവരുടെ ശമ്പളവും അവരുടെ പെൻഷനും ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു. ഒരാൾക്ക് തൊഴിലില്ല. നിയമന നിരോധനം. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും 2001 ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിച്ച് അധികാരത്തിലെത്തിച്ച ആ സമൂഹത്തെ, ആ ഉദ്യോഗാർത്ഥികളെ മുഴുവൻ ഈ മുഖ്യമന്ത്രി വഞ്ചിച്ചു. ഇങ്ങനെ എല്ലാ മേഖലകളും തകർത്തു. പലതും പറയാനുണ്ട്. ഇങ്ങനെ വഞ്ചനകൾ മാത്രം നടത്തി പിണറായി മുന്നോട്ട് പോകുകയാണ്. ആദ്യം വഞ്ചിച്ച VS ആ വഞ്ചനയുടെ കാലിലാണ് ഇന്ന് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അങ്ങനെ കൊടും വഞ്ചന നടത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് PV അൻവറിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ അവകാശമില്ല. ഈ നാട്ടിലെ മലയോര കർഷകർക്ക് വേണ്ടിയിട്ടും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ അതിനെ ഇറങ്ങിത്തിരിച്ചത്. ആ മലയോര കർഷകരെയും തൊഴിലാളികളെയും കുടിയേറ്റക്കാരെയും 5 പൈസ ഈ അനിമൽ അറ്റാക്കിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ കേരളത്തിൽ ഉപയോഗപ്പെടുത്താത്ത മുഖ്യമന്ത്രിയാണ്. കൊടും വഞ്ചനയാണ്. ഏകദേശം 1000 കിലോമീറ്റർ വരും ഈ ഫോറസ്റ്റിന്. കൃത്യമായ ഫെൻസിങ് നടത്തിയാൽ ഈ ഒരു പറയുന്ന കടുവയും ആനയും ഒന്നിനും കടന്നു വരാൻ കഴിയില്ല. അതിന് കാശ് കൊടുക്കണം. ഏറ്റവും ചുരുങ്ങിയത് 1 കിലോമീറ്ററിന് 3 കോടി രൂപ ചെലവാക്കിയാൽ, വിദേശ രാജ്യങ്ങളിൽ ഞാനിതിന്റെ പഠനം നടത്തിയതാണ്, 3 കോടി രൂപ കിലോമീറ്ററിന് ചെലവാക്കിയാൽ നല്ല റെയിൽവേ പാളത്തെ പോലെയുള്ള ഹൈ സീ ചാനലുകൾ ഇട്ടുകൊണ്ടുള്ള ഫെൻസിങ്, അടിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ നെറ്റ്, മുകളിൽ വലിയ റോപ്പ്. ആന ഇപ്പൊ ചവിട്ടി പൊളിക്കുന്നതും മരം തള്ളിയിട്ട് പൊളിക്കുന്നതും ഒരിക്കലും നടക്കില്ല. ഒരു മൃഗത്തിനും അടിയിലേക്ക് കൂടെ കടന്നു വരാൻ കഴിയില്ല. താഴെയും മുകളിലും ഇലക്ട്രിക് സപ്ലൈ. ഈ മൃഗങ്ങളെ വേർതിരിക്കാൻ കഴിയും. അതിനെന്ത് വേണം? 1 കിലോമീറ്ററിന് 3 കോടി വേണം. ആകെ വേണ്ടത് 3000 കോടി രൂപയാണ്. കോടാന കോടികൾ ഇടിച്ചു തള്ളുക. ഇപ്പൊ വയനാടിന്റെ ഉള്ളിൽ കൂടെ തുരങ്കം, അതിന്റെ അടി കൂടെ തന്നെ പോണം. ആയിക്കോട്ടെ, ഈ പറയുന്ന 1 കോടി ജനങ്ങളുണ്ട് ഈ മേഖലയിൽ. 1.5 കോടി ജനങ്ങൾ, 489 പഞ്ചായത്ത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ ജനങ്ങൾ മുഴുവൻ പട്ടിണിയിലായി. അത് പരിഹരിക്കാൻ 3000 കോടി രൂപ ഉണ്ടെങ്കിൽ തീർക്കും. എന്താ തീർക്കാത്തത്? തുരങ്കാവുമ്പോ ഇന്റർനാഷണൽ കമ്പനി വരും. കേരളത്തിൽ ആർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ പറയുന്ന ജർമ്മനിയിൽ നിന്നും യൂറോപ്പിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ വലിയ കമ്പനികൾ വരും. ഇന്റർനാഷണൽ ബിഡിനെ പോകാൻ പറ്റൂ. നല്ല സുഖാണ്. കമ്മീഷൻ ദുബായി കിട്ടും. ഒരുപാട് വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. കച്ചവടം മുഴുവൻ ദുബായിലാ. അവരുടെ എല്ലാ ദുരന്തങ്ങളിലും പാവപ്പെട്ട വയനാട്ടിലെ ഈ സാധുക്കൾ ഈ കഷ്ടപ്പെടുമ്പം ഇവിടെ മരിച്ചു വീണ ഒരു വീട് പോയവർക്കും സർക്കാരിന്റെ വാങ്ങി പോക്കറ്റ് മണി ആക്കി കൊടുത്ത് ജനങ്ങളോടത്ത് നിന്ന് പിരിവ് വാങ്ങി അവർക്ക് ഭൂമിയും സ്ഥലവും വീടുണ്ടാക്കി കൊടുത്ത്. എന്തുകൊണ്ടാണ് അറിയാം നിങ്ങള്? ആ കവളപ്പാറയിലൊക്കെ ജീവിക്കുന്ന മനുഷ്യര് ഇപ്പൊ 500, 600, 700 സ്ക്വയർ ഫീറ്റിൽ താമസിക്കുന്ന മനുഷ്യര് എന്ന് പറയുന്നത് 1000, 1500 സ്ക്വയർ ഫീറ്റിൽ വീട്ടിൽ 1 ഏക്കറും 1/2 ഏക്കർ സ്ഥലത്ത് സുഖമായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. ആ മനുഷ്യരെ പിന്നെ നമ്മൾ കോഴിക്കൂട്ടിലേക്കാ തള്ളുന്നത്. ഇപ്പൊ 30 ലക്ഷം വെച്ചിട്ട് ആ ഊരാളുകളിന് കരാർ കൊടുത്ത് ജനങ്ങളെ ശബ്ദം ഉണ്ടാക്കിയപ്പോ 20 ലക്ഷം ആക്കിയ ഒരു വീടിന്. അപ്പൊ നിങ്ങൾ വേറെ എവിടെയും പോവാണെങ്കിൽ 15 ലക്ഷം കൊടുക്കുള്ളൂ. 1.25 കോടി കൊടുക്ക. ഞങ്ങൾക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ പോയിക്ക് 15 ലക്ഷം കൊടുക്കുള്ളൂ. പച്ച മനുഷ്യനെ പിച്ച് ചീന്തി മരിച്ചു പോയവരുടെ രക്തം കുടിക്കുക ഈ വഞ്ചകൻ. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. നീ ജനങ്ങൾ ആലോചിച്ചോട്ടെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി
ഇടതുപക്ഷം തന്നെ വഞ്ചകനായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച അൻവർ കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനും ഒറ്റുകാരനും കേരള മുഖ്യമന്ത്രിയാണ് എന്നാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. വി.എസ്. അച്യുതാനന്ദനെ വഞ്ചിച്ചതിൻ്റെ ഫലമാണ് പിണറായിയുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനമെന്നുകൂടി അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട് പുതിയ വിമർശനത്തിൽ. മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തെയും അൻവർ ഇതിനോടൊപ്പം ചേർത്ത് വിമർശിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ കുഴൽപ്പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അത് അൻവർ എടുത്തു പറയുകയും ചെയ്തു. ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖത്തിലെ ഈ പ്രസ്താവന എല്ലാവരെയും അറിയിച്ചത് താനാണെന്നും BJP-യുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ ഭാഗമായിരുന്നു ഹിന്ദു ദിനപത്രത്തിലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം എന്നുകൂടി അൻവർ ആരോപണം ഉന്നയിച്ചിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം പറഞ്ഞ് രണ്ടാം തവണ ഭരണം പിടിച്ചവർ NRC CAA വിഷയങ്ങളിൽ കേരളത്തെ വഞ്ചിച്ചുവെന്നും കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പിൻവലിച്ചിട്ടില്ല എന്നുമൊക്കെ അൻവർ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. മുനമ്പം വിഷയത്തിൽ അവിടെയുള്ള മനുഷ്യരെ വഞ്ചിച്ചുവെന്നും ശബരിമല വിഷയത്തിൽ ഹൈന്ദവ സമുദായത്തെ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ച PV അൻവർ മതവിഷയങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടുന്നത് എന്തിനാണെന്ന് കൂടി ചോദിച്ചു വെക്കുന്നുണ്ട് ഇന്ന്. അതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകനാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി സ്വരാജ് എന്നും അൻവർ പറഞ്ഞു. 25 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിൽ നിയമന നിരോധനമാണ് നടത്തിയത് എന്നും ആരോപിച്ച അൻവർ മുഖ്യമന്ത്രി കേരളത്തിലെ യുവാക്കളെ വഞ്ചിച്ചു എന്നുകൂടി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ കർഷകരോട് മുഖ്യമന്ത്രി വഞ്ചന കാണിച്ചുവെന്നും ജപ്തി നടക്കില്ല എന്ന് കേരളത്തിന് ഉറപ്പ് നൽകിയ മുഖ്യമന്ത്രി ആ വാക്ക് പറഞ്ഞു വഞ്ചിച്ചുവെന്നും അൻവറിൻ്റെ കുറ്റപ്പെടുത്തൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജപ്തി നടന്നത് നിലമ്പൂരിലാണ് എന്ന് കൂടി അൻവർ കുറ്റപ്പെടുത്താൻ മറന്നില്ല. ഓൺലൈൻ വ്യാപാരത്തിന് നിയന്ത്രണം വരുത്തുമെന്ന് ഉറപ്പ് നൽകി കേരളത്തിലെ വ്യാപാരികളെപ്പോലും മുഖ്യമന്ത്രി വഞ്ചിച്ചു എന്നാണ് അൻവർ കുറ്റപ്പെടുത്തുന്നത്. കൂടാതെ നിതാക്കത്ത് കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് സഹായം വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചതും മുഖ്യമന്ത്രിയാണ് എന്ന് കുറ്റപ്പെടുത്തിയ അൻവർ മുഖ്യമന്ത്രിയെ വഞ്ചകൻ എന്നല്ലാതെ വേറെന്താണ് വിളിക്കേണ്ടതെന്ന് കൂടി ചോദിക്കുകയാണ്. ആദ്യം അൻവർ തൻ്റെ തെറ്റുകൾ എന്താണ് എന്ന് തിരിച്ചറിയണം. എന്നിട്ട് വേണം വിമർശനങ്ങളുമായിട്ട് പത്രക്കാർക്ക് മുൻപിലെത്താൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജപ്തി നടന്നത് നിലമ്പൂരിലാണ് എന്ന് കുറ്റപ്പെടുത്തിയ അൻവർ തൻ്റെ കഴിവില്ലായ്മയാണ് നിലമ്പൂരിൽ ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ തന്നെ ജനങ്ങളെ മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടത് പോലും അൻവറല്ലേ? അപ്പോൾ ആദ്യം തിരിച്ചറിയേണ്ടത് അത് അൻവറാണ്. കഴിഞ്ഞ 9 വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് എന്ന് പറയണം PV അൻവർ. അത് നിങ്ങൾ തിരിച്ചറിയണം. ജനങ്ങൾ ഇത്ര വെറുത്ത ഒരു MLA ഇതിനു മുൻപ് ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അത്രയ്ക്കും വെറുക്കപ്പെട്ടവരാണ് നിങ്ങൾ. പിന്നെ ഈ മൂരി മുൻപും ഇത്തരത്തിൽ കുറേയേറെ ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ആരോപണങ്ങളുടെയൊക്കെ മുന ഒടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആരോപണം ഉന്നയിച്ചവർക്കൊന്നും സംഭവിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രി ഭരിച്ചിരുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണവും സ്വജനപക്ഷപാതവും ഒക്കെ ആരോപിച്ചുകൊണ്ടാണ് അൻവർ കലാപം ഉയർത്തിപ്പിടിച്ചത്. ആദ്യ കാലഘട്ടങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച വിവിധ തരത്തിലുള്ള നിരവധി വെളിപ്പെടുത്തലുകളാണ് അൻവർ അതുമായിട്ട് നടത്തിയിട്ടുള്ളത്. എന്നിട്ടിവിടെ ഈ കേരളത്തിൽ എന്തുണ്ടായി എന്നുള്ളതാണ്. പിണറായി തന്നെ ഇപ്പോഴും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. MR അജിത് കുമാർ ഇപ്പോഴും ഈ പറയുന്ന ADGP ആയിട്ടുണ്ട്. റിയാസ് തന്നെ മരുമകനും മന്ത്രിയുമൊക്കെയായി തുടരുകയും ചെയ്യുന്നു. പാർട്ടിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും ഒക്കെ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉയർത്തിവിട്ടത്? അതൊന്നും ഒരിടത്തും എത്തിയിട്ടുമില്ല. എല്ലാം പഴയതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും പറയുന്നു, അൻവർ ഇനിയെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളുമായി വരരുത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ UDF അവരുടെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായിട്ട്, അതായത് ഈ VD സതീശൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായി അവർ മുന്നോട്ട് പോവുകയാണ്. അതിനുള്ള നിലമ്പൂരിലെ ഈ മൂരി ഇങ്ങനെ വീണ്ടും ആരോപണം ഉന്നയിക്കുന്നത് UDFന് ദോഷം ചെയ്യും. അൻവർ ഉന്നം വെക്കുന്നത് LDFനെ ആണെങ്കിലും കൈവിട്ടു പോകാൻ പോകുന്നത് അത് UDFൻ്റെ സാധ്യതകളെയാണ്. അതുകൊണ്ട് ഇനി മിണ്ടിയാൽ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തിന് പുറത്തേക്കുള്ള വഴി കാട്ടിത്തരും തനിക്ക്, ഉറപ്പ്. കാരണം ജനം അത്രയ്ക്കും മടുത്തുപോയടോ തന്നെ കൊണ്ട്. വീണ്ടും മത്സരിക്കാനാണെങ്കിൽ താനെന്തിന് രാജിവെച്ചു?
ജനങ്ങളെ പരിഹസിക്കുകയല്ലേ അതിലൂടെ താൻ ചെയ്യുന്നത് എന്ന് ജനങ്ങൾക്ക് ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിന്നെ 2 വട്ടം തിരഞ്ഞെടുത്തതിൻ്റെ കുറ്റബോധം നിലമ്പൂരുകാരെ വേട്ടയാടുന്നുണ്ട്. അതിനവർ കാത്തിരിക്കുകയാണ്. ഈ 19-ന് നിന്റെ വിധി അവരെഴുതും അൻവറേ. നീ നിലമ്പൂരിലെ ജനങ്ങളോട് ചെയ്തു കൂട്ടിയ അനീതിക്ക് അവർ നിനക്ക് മാപ്പ് തരില്ല. പകരം നിന്നെ എന്നേക്കുമായി ഈ രാഷ്ട്രീയ ഭൂമികയിൽ നിന്നും വലിച്ചു താഴെ ഇറക്കും. നിന്റെ ഈ വെളുത്ത രാഷ്ട്രീയ കുപ്പായം അവർ വലിച്ചു കീറും. നിന്റെ കുടില ബുദ്ധിയെയും കപടമുഖത്തെയും അവർ പിച്ചി ചീന്തും. എല്ലാവരാലും വെറുക്കപ്പെട്ട ഈ ഭൂമിക്ക് തന്നെ ഒരു ഭാരമായി മാറി അവസാനം രാഷ്ട്രീയ വനവാസം വിധിക്കും ഈ ജനത നിനക്ക്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.